ചെറുപ്പത്തിൽ വലിയൊരു വായനാശീലമുള്ള കൂട്ടുകാരുണ്ടായിരുന്നു. മുത്തുച്ചിപ്പി എന്ന് പറഞ്ഞ മാസിക എല്ലാ രകവും വായിക്കും. പിഷാരടി എന്ന നടനെയും മമ്മൂട്ടി എന്ന നടനെയും ചേർത്തുകൊണ്ട് പലപ്പോഴും ഒരു ഇമേജ് ബിൽഡപ്പ് ഉണ്ടാവാറുണ്ട്. ഞാൻ മമ്മൂക്കയുടെ കൂടെ നടക്കുന്ന ചോദ്യം ഞാൻ 8 വർഷമായിട്ടുണ്ട്. ഇത് പലപ്പോഴും കിട്ടുന്നുണ്ട്. വായനയ്ക്കും എഴുത്തിനുമുള്ള ഒരു വലിയ പ്രസക്തി, ഇതിന്റെ പ്രോസസ്സ് ഭയങ്കര സ്ലോയാണ്. 200 പേജുള്ള ഒരു ബുക്ക് നമ്മളൊരു 200 റീല് കാണുന്ന സ്പീഡിൽ വായിച്ചു തീർക്കാൻ പറ്റില്ല. എന്നെ കൊണ്ട് നിനക്ക് ഗുണവും നിന്നെ കൊണ്ട് എനിക്ക് ഗുണവും ഉണ്ടെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ എന്നുള്ള ഒരു ഇക്വേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം സൂക്ഷിച്ച്. പിന്നെ പിഷാരടിക്ക് ഈ പെർസെപ്ഷന്റെ കാര്യം, ഇമേജിന്റെ കാര്യം പറയുമ്പോഴേ, നമ്മുടെ പാസ്റ്റിൽ നമ്മൾ ചെയ്യിക്കുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പം നമ്മൾ വല്ലാതെ വേട്ടയാടും ഒരുപാട് കാലം അല്ലേ. പക്ഷെ എന്നാലും അതിലൊരു ഷോർട്ട് ടൈം മെമ്മറി ലോസ് ആളുകൾക്കുണ്ട്. എന്തായാലും ഇപ്പം ക്രൈം നമ്മൾ ചെയ്ത കുറ്റകൃത്യമായാലും അല്ലെങ്കിൽ നമ്മൾ ചെയ്ത നല്ല കാര്യമാണെങ്കിലും രണ്ടിനും ജനങ്ങൾക്ക് ഷോർട്ട് മെമ്മറി ആണെന്ന് തോന്നിയിട്ടുണ്ടോ? ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഇതിന്റെ ഒരു ആധിക്യം ഉള്ളത് കൊണ്ട് അത്രയധികം ആലോചിച്ചേണ്ടിരിക്കേണ്ട ആവശ്യകത ആളുകൾക്ക് സത്യത്തിൽ ഇല്ല. നമ്മൾ എന്തുകൊണ്ടാണ് പത്രങ്ങളിൽ പരസ്യം കൊടുക്കുന്നത് കുറയുന്നത്, വഴിവെക്കൽ ഫ്ലക്സ് വെക്കുന്നത് കുറയുന്നത്? പറഞ്ഞാൽ ഓടുന്ന ബസ്സിൽ പോലും നമ്മൾ മൊബൈൽ നോക്കിയിരിക്കുകയും മൊബൈലിലെ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മളുടെ വായനയ്ക്ക് ഒരു വലിയ പ്രസക്തിയുണ്ട്. വായനയ്ക്കും എഴുത്തിനുമുള്ള ഒരു വലിയ പ്രസക്തി, ഇതിന്റെ പ്രോസസ്സ് ഭയങ്കര സ്ലോയാണ്. നിങ്ങൾക്കൊരു 200 പേജുള്ള ഒരു ബുക്ക് നമ്മളൊരു 200 റീല് കാണുന്ന സ്പീഡിൽ വായിച്ചു തീർക്കാൻ പറ്റില്ല. ഇതിന്റെ സ്ലോ പ്രോസസ് ആയതുകൊണ്ട് തന്നെ ഇത് വളരെ ടൈം എടുത്താണ് നമ്മൾ അതിനെ കൃത്യമായി മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയവും എഴുതുമ്പോഴും വായിക്കുമ്പോഴും ഇതിന്റെ കൂട്ടത്തിൽ നമുക്കൊരു സമയം കിട്ടുന്നുണ്ട്. മറ്റേതിന് അങ്ങനെ കിട്ടുന്നില്ല എന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട്. ഞാൻ നേരത്തെ ഈ പെർസെപ്ഷന്റെ കാര്യം പറഞ്ഞു. പിന്നെ വായനയിലും ഉണ്ട് കേട്ടോ. വായനാശീലം കുറഞ്ഞു പോയി. ഇപ്പൊ വായനയില്ല എന്ന് നമ്മൾ പറയുന്നതിനകത്തൊരു പ്രശ്നമുണ്ട്. എന്ത് വായിക്കുന്നു എന്നുള്ളതിനകത്ത് വലിയ ഘടകമുണ്ട്. എന്റെ ചെറുപ്പത്തിൽ വലിയൊരു വായനാശീലമുള്ള കൂട്ടുകാരുണ്ടായിരുന്നു. മുത്തുച്ചിപ്പി എന്ന് പറഞ്ഞ മാസിക എല്ലാ രകവും വായിക്കും. എന്താ പ്രയോജനം? വായിക്കുന്നത് എന്തെന്നുള്ളത് വലിയ പ്രകടമായ കാര്യമാണ്. ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിലും സാങ്കേതിക വിദ്യക്കുമൊക്കെ ഈ പെർസെപ്ഷൻ ബിൽഡിങ്ങില് വലിയ റോളുണ്ട് വിചാരിക്കുന്നുണ്ടോ? പിഷാരടിയുടെ ബാല്യകാലത്തെ കമ്പയർ ചെയ്തുകൊണ്ടാണ് ഞാൻ ചോദിക്കും. അന്ന് വിവരം കിട്ടുമ്പോൾ അന്നൊരു വിവരം അറിയുമ്പോൾ പിഷാരടിക്ക് ഉണ്ടാവുന്ന അതേ വികാരമാണോ ഇന്നൊരു വിവരം അറിയുമ്പോൾ ഉണ്ടാവുന്നത്? ഇന്ന് ഞാൻ കുറച്ചുകൂടെ ഇതിനെക്കുറിച്ച് ഒന്നുകൂടെ അറിഞ്ഞിട്ട് തീരുമാനിക്കണം, അല്ലെങ്കിൽ കേട്ട ഉടനെ ഒരു ഡിസിഷൻ എടുക്കണം എന്നുള്ളത് പറ്റില്ല. മറ്റൊന്ന്, നമ്മൾ ഡിസിഷൻ എടുത്താലും പറഞ്ഞാലും ഒരു സാധാരണക്കാരന് നമ്മളെ ചീത്ത വിളിക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ നമുക്ക് തിരിച്ച് പറയാനോ ചെയ്യാനോ ഒന്നും പറ്റില്ല. നമ്മളിപ്പോ 2 തലച്ചോറ് തലയിലിട്ട് വർക്ക് ചെയ്തിട്ട് വേണം. ഇപ്പൊ ഇവിടെ നിയമസഭ മന്ത്രിമാരായെങ്കിലും സ്പീക്കറാണെങ്കിലും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരാണ്, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവര് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് തലയിലിട്ട് തന്നെ അത് എഡിറ്റ് ചെയ്ത് ഇതിനെ എങ്ങനെ പിടിച്ചാലും ഏത് ഡയമെൻഷൻസിൽ പിടിച്ചാലും ഇതിൽ നിന്നും ഒരു അപകടം ഉണ്ടാവില്ല എന്ന ഉത്തമ ബോധ്യത്തോട് സംസാരിച്ചില്ലെങ്കിൽ ഒരു 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന അപകടം ആർക്കും വേണമെങ്കിൽ സംഭവിക്കാം. പിഷാരടി ഇതുപോലെ പലതരം പിഷാരടിക്ക് തന്നെ പലതരം ഇമേജുകളാണ്. പിഷാരടി എന്ന നടനെയും മമ്മൂട്ടി എന്ന നടനെയും ചേർത്തുകൊണ്ട് പലപ്പോഴും ഒരു ഇമേജ് ബിൽഡപ്പ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് ആലോചിച്ചു. അല്ല, അങ്ങനെ ഇമേജ് ഇല്ല. അത് ഞാൻ മമ്മൂക്കയുടെ കൂടെ നടക്കുന്ന ചോദ്യം ഞാൻ 8 വർഷമായിട്ടുണ്ട്. ഇത് പലപ്പോഴും കിട്ടുന്നുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഈ ചോദ്യത്തിന് പുതിയ ഉത്തരം ഉണ്ടാക്കേണ്ട ബാധ്യതയോ ഒരിടത്ത് തന്നെ പറഞ്ഞത് എല്ലായിടത്തും പറയാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഈ ചോദ്യം ആവർത്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ ധർമ്മജന്റെ കൂടി 20 വർഷം നടന്നപ്പോൾ ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു. എന്താ നീ എപ്പോഴും ധർമ്മന്റെ കൂടെ നടക്കുന്നതെന്ന് ആരും ചോദിച്ചില്ല. ഞാൻ മുകേഷ് ഏട്ടനുമായിട്ട് ഇത്രയും പരിപാടി ചെയ്തപ്പോഴും ആരും ഇത് ചോദിച്ചിട്ടില്ല. പക്ഷേ മമ്മൂക്കയുടെ കൂടെ നടക്കുമ്പോൾ ഒരുപക്ഷെ എന്റെ കാര്യത്തിൽ ആളുകൾക്ക് ഒരു ഉത്തരം കിട്ടുന്നുണ്ടാവും. അവനെ സിനിമയിൽ അവസരം കിട്ടാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഇവൻ അങ്ങനെ ഈ സിനിമ നടന്മാർക്ക് സുഖിപ്പിക്കാൻ ആളുകൾ കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്ന ഒരു ഉത്തരത്തിൽ കിട്ടും. പക്ഷെ അദ്ദേഹത്തിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കുമ്പം എന്നെ കൊണ്ടുവന്നിട്ട് എന്താ കാര്യം എന്നുള്ളതിന് ആർക്കും കാര്യമായിട്ട് ഒരു ഉത്തരവും കിട്ടാത്തത് കൊണ്ടായിരിക്കണം ഈ ചോദ്യം പലതവണ ആവർത്തിക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് മനുഷ്യനെന്നുള്ള നിലയിൽ ഈ പുതിയ കാലത്തിന്റെ എല്ലാ സൗഹൃദങ്ങളും എന്നെ കൊണ്ട് നിനക്ക് ഗുണവും നിന്നെ കൊണ്ട് എനിക്ക് ഗുണവും ഉണ്ടെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ എന്നുള്ള ഒരു ഇക്വേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാത്ത ഒരു സൗഹൃദത്തെ സൗഹൃദമായി കാണാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സൗഹൃദം ഉണ്ടാകും എന്ന് വിശ്വസിക്കാൻ പ്രയാസമുള്ളൊരു വർത്തമാനകാലത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ ഒരു സംശയദൃഷ്ടിയല്ല, അല്ലെങ്കിൽ ഇതിനകത്തൊരു ചോദ്യത്തിന് സ്കോപ്പ് ഉണ്ട് എന്ന് ആളുകൾക്ക് തോന്നുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.